ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. മനസ്സു തുറക്കുവാനൊരിടം, ഹൃദയം പകരുവാനൊരിടം. മനസ്സു തുറക്കുവാനൊരിടം, ഹൃദയം പകരുവാനൊരിടം. അനുദിന ജീവിത ദുരിതം അതിരുകളില്ലാതെ പകരാൻ. അനുദിന ജീവിത ദുരിതം അതിരുകളില്ലാതെ പകരാൻ. അരുമനാഥൻ തൻ അരികിലല്ലാതെ ഒരിടമീ മരുവിലുണ്ടോ? അരുമനാഥൻ തൻ അരികിലല്ലാതെ ഒരിടമീ മരുവിലുണ്ടോ? മനസ്സു തുറക്കുവാനൊരിടം, ഹൃദയം പകരുവാനൊരിടം. മനസ്സു തുറക്കുവാനൊരിടം, ഹൃദയം പകരുവാനൊരിടം. ഇരുട്ടിന്റെ ഭീകരദിനങ്ങൾ, ഭയത്തിന്റെ ഏകാന്ത നിമിഷം. ഇരുട്ടിന്റെ ഭീകരദിനങ്ങൾ, ഭയത്തിന്റെ ഏകാന്ത നിമിഷം. അരുമനാഥൻ തൻ അരികിലല്ലാതെ ഒരിടമീ മരുവിലുണ്ടോ? അരുമനാഥൻ തൻ അരികിലല്ലാതെ ഒരിടമീ മരുവിലുണ്ടോ? മനസ്സു തുറക്കുവാനൊരിടം, ഹൃദയം പകരുവാനൊരിടം. മനസ്സു തുറക്കുവാനൊരിടം, ഹൃദയം പകരുവാനൊരിടം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോസ് ഫാമിലി FB പേജിൽ വീണ്ടും ദൈവത്തിന്റെ വചനവുമായി നിൽക്കുവാൻ തക്കോണം ദൈവം ഇവിടെയാക്കി കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹാലലുയ. ഇന്ന് രാത്രി ഹാലലുയ കർത്താവിന്റെ ദാസി റോസ്നാന്റിയെ കുടുംബത്തെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നന്ദിയും വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. രാത്രി കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരും, കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഇന്ന് രാത്രിയിൽ ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു തിരുവചനം വായിക്കാം. സ്തോത്രം. സങ്കീർത്തനം 62:9 വാക്യം. ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ, നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവിൻ. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. ഹല്ലേലൂയ. നല്ല വചനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവവചനങ്ങളാണ് നമ്മെ ഉറപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് മുമ്പോട്ട് പോകുവാൻ അല്ലെങ്കിൽ നമുക്ക് പാത ഒരുക്കി തരുന്ന ദൈവത്തിന്റെ വചനം അല്ലെ. തിരുവചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ഹല്ലേലൂയ. നാം അത് വായിച്ചു വിടുമെങ്കിലും നാം ചിന്തിച്ചിട്ടില്ല. ഹല്ലേലൂയ. എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവും, ഇത് രണ്ടുമില്ലെങ്കിലുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിക്കേ, നാം കൂരിരുട്ടിൽ തപ്പി തടയുകയായിരിക്കും. സ്തോത്രം. അപ്പോൾ തിരുവചനമാണ് നമ്മെ നടത്തുന്നത്. ഇവിടെ പറയുന്നു, ജനമേ ജനമേ എന്ന് വിളിച്ചുകൊണ്ടാ പറയുന്നത്. ഹാലലൂയ. ഇപ്പൊ ഏത് വിഭാഗത്തിലുള്ള ജനവും അതിൽപ്പെടും. ഹാലലൂയ. അതിവിശ്വാസിയോ അവിശ്വാസിയോ ഏത് വിഭാഗത്തിലുള്ള ജനവും ഇതിൽപ്പെടും. ജനമേ. സ്തോത്രം. എന്താ? എല്ലാ കാലത്തും. സ്തോത്രം. എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ. സ്തോത്രം. സ്തോത്രം. നല്ലത് വരുമ്പോൾ മാത്രമല്ല, നന്നായിരിക്കുമ്പോൾ മാത്രമല്ല, ഹാലലൂയ, സന്തോഷം വരുമ്പോൾ മാത്രമല്ല, ആരോഗ്യമുള്ളപ്പോഴും ജോലിയുള്ളപ്പോഴും മാത്രമല്ല, ഹാലലൂയ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ. സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദാണ് പറഞ്ഞിരിക്കുന്നത്. ദാവീദിന്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ ഹാലലൂയ തന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളിലും കൂടി എല്ലാം കടന്നുപോയ വ്യക്തിയല്ലേ. ഹാലലൂയ.
സ്തോത്രം. ഹല്ലേലൂയ. അദ്ദേഹം കടന്നുപോയ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും എല്ലാം ഓർത്തു നോക്കിയാൽ ഹല്ലേലൂയ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്താൻ കഴിയത്തില്ല. അതുപോലെ പ്രതിസന്ധിയുള്ള ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. അദ്ദേഹം പറയുക, ഹല്ലേലൂയ, ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ, യേശുക്രിസ്തുവിൽ ആശ്രയിപ്പിൻ. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവിൻ. ഏതു സമയത്തും നമുക്ക് ഹൃദയം പകരുവാൻ, നമ്മുടെ പ്രയാസങ്ങളെ, നമ്മുടെ വേദനകളെ ഏത് സമയത്തും ചെന്ന് പറയുവാൻ പറ്റുന്ന ഒരിടം ഹല്ലേലൂയ യേശുക്രിസ്തുവിന്റെ സന്നിധിയിലാണ്, കർത്താവിന്റെ അടുക്കലാണ്. ഹല്ലേലൂയ അവനിൽ തന്നെയാണ്. സ്തോത്രം. ഹല്ലേലൂയ അവന്റെ അടുക്കലേക്ക് നാം ഏത് സമയഭേദം കൂടാതെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അടുത്ത് ചെല്ലുവാൻ കഴിയും. ഹല്ലേലൂയ നാം ജീവിച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ നേരിടാം. ജീവിതത്തിൽ പാപത്തിന്റെ വഴികളിലൂടെ കടന്നുപോയെന്നിരിക്കാം. ഹല്ലേലൂയ അനർത്ഥങ്ങൾ നമുക്ക് നേരിട്ടെന്നിരിക്കാം. രോഗങ്ങളും കഷ്ടങ്ങളും വന്നെന്നിരിക്കാം. ഹല്ലേലൂയ അവിടെയെല്ലാം ഏത് പ്രതിസന്ധി ആയിരുന്നാലും, ഏത് അവസ്ഥയിലായിരുന്നാലും, ഏത് കാലത്തായിരുന്നാലും, കഷ്ടകാലവും നഷ്ടകാലവും ഹല്ലേലൂയ നല്ല കാലവും എല്ലാം ഉണ്ടാവും. ഹല്ലേലൂയ ഈ സമയത്തൊക്കെയും ആശ്രയിക്കേണ്ടത് ദൈവത്തിൽ മാത്രമാണെന്നാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ നമ്മെ പ്രബോധിപ്പിക്കുന്നത്. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നത് ഹല്ലേലൂയ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ. ഇന്നലെ ഞാൻ ശുശ്രൂഷിച്ച വിഷയം, സ്തോത്രം, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന ഇന്നലെ ശുശ്രൂഷിച്ച ദേവസ്യക്ക എന്ന പേജിൽ ഇത് കിടപ്പുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അവിടെ ശുശ്രൂഷിച്ചത് ഇങ്ങനെയാണ്, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നമുക്ക് എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ നമ്മുടെ വിഷയങ്ങളിൽ ആകുലപ്പെട്ടും വ്യാകുലപ്പെട്ടും കരഞ്ഞും നിലവിളിച്ചും കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വഴികളിലൊക്കെ നമുക്ക് ദൂതന്മാരെ അയക്കുന്ന ദൈവമാണ് നമുക്കുള്ളതെന്ന്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നു എല്ലാ കാലത്തുമെന്ന്. സ്തോത്രം. അപ്പൊ എല്ലാ വഴികളിലും നമ്മെ സൂക്ഷിപ്പാൻ കർത്താവ് ദൂതന്മാരെ അയക്കും. ഇവിടെ പറയുക എല്ലാ കാലത്തും നാം അവനിൽ ആശ്രയിക്കണം. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ലജ്ജിക്കേണ്ടി വരത്തില്ല, സങ്കടപ്പെടേണ്ടി വരത്തില്ല, ദുഃഖിക്കേണ്ടി വരത്തില്ല. സ്തോത്രം. ക്ഷീണിച്ചു പോകേണ്ടി വരത്തില്ല. നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവിൻ. ദൈവവചനത്തിൽ നമുക്ക് പലയിടങ്ങളിലും കാണുവാൻ കഴിയുന്നുണ്ട്. പലരും ദൈവസന്നിധിയിൽ പോയിരുന്ന് കരഞ്ഞ് നിലവിളിച്ച് അവരുടെ ഹൃദയം കർത്താവിലേക്ക് പകർന്ന് അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റി അവരുടെ കാര്യങ്ങളെ ദൈവസന്നിധിയിൽ പങ്കിട്ടപ്പോൾ കർത്താവ് അതിൽ 4 ഇരട്ടിയും 10 ഇരട്ടിയും ഒക്കെ ആയിട്ട് കൊടുത്ത സംഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഹന്ന ദൈവസന്നിധിയിൽ പോയിരുന്ന്, സ്തോത്രം, ഇല്ലേ, ശമൂവേലിന്റെ അമ്മ ഹന്ന ദൈവസന്നിധിയിൽ പോയിരുന്ന് നിലവിളിച്ചു, കരഞ്ഞു. ഇസ്രായേലിൽ ഒരു പ്രവാചകനെ ആവശ്യമുണ്ട്. കാരണം ഇസ്രായേൽ വചനം ദുർലഭമായിരിക്കുന്ന കാലത്ത് ഹല്ലേലൂയ അതിന്റെ പോക്ക് കണ്ടിട്ട് ഹന്നയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഹന്നയുടെ ജീവിതത്തിൽ തനിക്കാണെങ്കിൽ ഒരു കുഞ്ഞുമില്ല. ഹല്ലേലൂയ അങ്ങനെ താൻ വളരെ ഭാരപ്പെട്ട് സ്തോത്രം നിലവിളിയോടെ കണ്ണുനീരോടെ കർത്താവിന്റെ സന്നിധിയിൽ ചെന്നിരുന്ന് കരഞ്ഞ് തന്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, നിങ്ങളുടെ ഹൃദയം എല്ലാ കാലത്തും അവനിൽ ആശ്രയിക്കട്ടെ. നിങ്ങളുടെ ഹൃദയം എപ്പോഴും അവന്റെ മുമ്പിൽ പകരട്ടെ, അവന്റെ മുമ്പിൽ